This call is now being recorded. This call is now taking notes. Good afternoon. Good afternoon. Good afternoon, Good ma'am. afternoon, ma'am. Good 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 afternoon. Good afternoon. PDF PDF ആണോ? Yes, ma'am. കാണാം. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാമോ? ടെക്സ്റ്റ് ഓടിക്കുന്നുണ്ട്. ഉണ്ടല്ലേ? ഉണ്ടല്ലേ? ഒന്ന് വെയിറ്റ് ചെയ്യണേ. ശരി. മെഷീനൊക്കെ പുറത്തേക്കിട്ടാ എനിക്ക് ചാർജർ കാണാനില്ല. ഉണ്ട്. ഉണ്ട്. അതിലുണ്ടല്ലേ വെള്ളമുണ്ടല്ലേ? ഹലോ, ഇപ്പൊ കേൾക്കാമോ? എക്കോ ഉണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. യെസ്, നമ്മൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നല്ലേ ചാപ്റ്റേഴ്സ്? യെസ്. ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വരെയാണ് പറഞ്ഞത് അല്ലേ? ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ലൊക്കേഷൻ വരുന്നത്?
എവിടെയാണ്? യെസ്, ഗ്രൗണ്ട് ഫ്ലോർ അല്ലേ? ഓക്കെ ഓക്കെ, ശരി. നമുക്കിനി ഡിസൈൻ നോക്കാം. Entrance to the emergency department should be sheltered to protect ambulance patients from the wheelchair while unloading. Adequate reserved parking space for ambulance and cars of patients. Adequate space for accommodating structures, ramps for wheelchairs, and pedestrian access in case of raised platforms. ഫസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? ഡിസൈൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാവരും കാഷ്വാലിറ്റി കണ്ടിട്ടുണ്ട്. എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? എൻട്രൻസ് ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ഷെൽട്ടർ ടു പ്രൊട്ടക്ട് ആംബുലൻസ് പേഷ്യൻസ് ഫ്രം ദ വെദർ വൈൽ അൺലോഡിംഗ്. എന്താ അവിടെ പറയുന്നത്? ഇങ്ങനെയുള്ള ഡിസൈനിലാണ് അവിടെ വരുന്നത്. പേഷ്യൻസിനെ നല്ല പ്രോപ്പർ ആയിട്ട് കൊണ്ടുവന്ന് ഇറക്കാൻ പറ്റുന്ന സൗകര്യത്തിലായിരിക്കും ഉള്ളത്. ഷെൽട്ടേർഡ് ചെയ്തിരിക്കുന്നത് അല്ലെ, പെട്ടെന്ന് വന്ന് ഇറക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും, വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അത്. അതായത് പേഷ്യൻസിനെ നമ്മൾ അൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, എളുപ്പത്തിൽ അൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇപ്പൊ അതേപോലെ ഇപ്പൊ മഴയൊക്കെ സംഭവിക്കുന്ന സമയത്തൊന്നും പേഷ്യൻസിനെ പുറത്ത് നിർത്തേണ്ട സിറ്റുവേഷൻ വരില്ല. നമുക്ക് നേരെ തന്നെ അകത്തേക്ക് കയറ്റി വിടാനായിട്ടുള്ള ഒരു സംവിധാനമൊക്കെ അല്ലെങ്കിൽ നന്നായിട്ട് ഷെൽട്ടേർഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കുള്ളൂ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ. Then adequate reserved parking space for ambulance and cars of patients. പിന്നെ എന്താണ്? ആംബുലൻസും അതേപോലെ തന്നെ പേഷ്യൻസിന്റെ കാർസൊക്കെ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള സ്പേസസുകൾ അല്ലെ, സ്പേസസ് അതിന് കൃത്യമായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് പാർക്കിംഗ് സ്പേസസ് അലൗഡ് ആയിരിക്കും. ആംബുലൻസ് പാർക്ക് ചെയ്യുന്നതിന് അതേപോലെ തന്നെ എന്താണ്? പേഷ്യൻസിന്റെ കാറുകൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് അവൈലബിലിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ. Then adequate space for accommodating structures. ഇവിടെ എന്താ പറയുന്നത്? Adequate space for accommodating structures. Adequate space for accommodating structure. എന്ത് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്? സ്ട്രക്ചേഴ്സുകൾ അല്ലെ, സ്ട്രക്ചേഴ്സുകൾ കൃത്യമായിട്ട് വെക്കുന്നതിനുള്ള സ്പേസ്, കൃത്യമായിട്ടൊരു സ്പേസ് അവിടെ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ എന്താണ്? റാംസ് ഫോർ വീൽ ചെയേഴ്സ് ആൻഡ് പെഡസ്ട്രിയൻ ആക്സസ് ഇൻ കേസ് ഓഫ് റേസ്ഡ് പ്ലാറ്റ്ഫോം. റാംസ് ഫോർ വീൽ ചെയേഴ്സ് ആൻഡ് പെഡസ്ട്രിയൻ ആക്സസ് ഇൻ കേസ് ഓഫ് റേസ്ഡ് പ്ലാറ്റ്ഫോംസ്. ആരാണ് പെഡസ്ട്രിയൻ എന്ന് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം കാഷ്വാലിറ്റി കയറുന്ന സമയത്ത് ചിലപ്പോൾ സ്റ്റെയർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റാംസ് ഉണ്ടാവും. റാമ്പ് കണ്ടിട്ടില്ലേ നമ്മള്? റേസ് ചെയ്തിരിക്കുന്ന പ്ലാറ്റ്ഫോംസുകള്, നമുക്ക് സ്ട്രക്ചർ കൊണ്ടുപോകാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് കണ്ടിട്ടില്ലേ? ഓക്കെ. അപ്പൊ രണ്ട് രീതിയിലുള്ള, പ്രത്യേകിച്ച് വീൽ ചെയർസ് കൊണ്ടുപോകുന്നതിനും അതുപോലെ തന്നെ പെഡസ്ട്രിയൻസ് കാൽനട യാത്രക്കാർക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് രണ്ട് രീതിയിലുള്ള പ്ലാറ്റ്ഫോംസുകൾ അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പ്രധാനമായിട്ടും ഡിസൈനിൽ വരുന്നത്. എൻട്രൻസ് എന്ന് പറയുന്നത് വളരെ ഷെൽട്ടേർഡ് ആയിരിക്കും, പേഷ്യൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലായിരിക്കും അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പേഷ്യൻസിനെ അൺലോഡ് ചെയ്യുന്ന സമയത്ത് യാതൊരുവിധ ബുദ്ധിമുട്ടും അനുഭവപ്പെടാതെ തന്നെ പേഷ്യൻസിന് നമ്മുടെ കാഷ്വാലിറ്റിയുടെ അകത്തേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കയറ്റാനായിട്ടുള്ള സൗകര്യം കാഷ്വാലിറ്റിയുടെ അകത്ത് ചെയ്തിട്ടുണ്ടായിരിക്കും. ആംബുലൻസും മറ്റു കാറൊക്കെ പാർക്ക് ചെയ്യുന്നതിനായിട്ട് ആഡിക്കേറ്റ് സ്പേസസ് ഉണ്ടാവും. അതേപോലെ തന്നെ സ്ട്രക്ചറുകൾ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സെപ്പറേറ്റ് സ്പേസ് ഉണ്ടായിരിക്കും. Then ramps of wheelchairs and pedestrian access in case of raised platforms. അതായത് വീൽ ചെയർസ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് റാമ്പുകൾ ഉണ്ട്, അതുപോലെ പെഡസ്ട്രിയൻ പോകുന്നതിനായിട്ട് മറ്റ് റേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസുകളും അവിടെ സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ? കാഷ്വാലിറ്റി കണ്ടിട്ടുള്ളതാണ്. ഓക്കെ. അതിന്റെ പ്രധാന ഡിസൈൻ വരുന്നത് എങ്ങനെയാണ്? ഓക്കെ, മനസ്സിലായോ അത്? ഓക്കെ. ഇനി നമുക്ക് നോക്കാം മേജർ സ്പേസ് ആൻഡ് ഡിറ്റർമിനൻസ് ഫോർ പ്ലാനിങ്. മേജർ സ്പേസസ് ആൻഡ് ഡിറ്റർമിനൻസ് ഫോർ പ്ലാനിങ്.
ഇതൊക്കെയാണ് മേജർ സ്പേസസ്, അതായത് കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന മേജർ സ്പേസസ് ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും നമ്മൾ രണ്ട് രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഫങ്ഷണൽ ഏരിയാസ് എന്നും അതർ ഏരിയാസ് എന്നും. ഫങ്ഷണൽ ഏരിയാസിൽ എന്തൊക്കെയാണ് വരുന്നത്? ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ്. എന്താണ് ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ് എന്ന് പറയുന്നത്? ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ്. യെസ്, ആംബുലൻസിന് പോവാനും വരാനുള്ള സ്പേസ് ഉണ്ടായില്ല. എമർജൻസി എൻട്രൻസ് അവിടെ പ്രത്യേകമായിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ആംബുലൻസിന് പോകുന്നതിന് വരുന്നതിനായിട്ടുള്ള പ്രത്യേക എമർജൻസി എൻട്രൻസ് അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ദെൻ റിസപ്ഷൻ, ട്രയേജ്, വെയിറ്റിംഗ് ഏരിയാസ്. അടുത്ത ഫങ്ഷണൽ ഏരിയ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? റിസപ്ഷൻ, ട്രയേജ്, വെയിറ്റിംഗ് ഏരിയ. റിസപ്ഷൻ ഉണ്ടായിരിക്കും, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് റിസപ്ഷൻ ഉണ്ടായിരിക്കും, വരുന്ന പേഷ്യൻസിന്റെ വിവരങ്ങൾ നോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഓക്കെ, ട്രയേജ്. എന്താണ് ട്രയേജ്? പേഷ്യന്റിനെ സോർട്ട് ചെയ്യുന്ന ഏരിയ ആണ് എന്താ ട്രയേജ് എന്ന് പറയുന്നത്. നമ്മുടെ പേഷ്യന്റിന്റെ പ്രയോറിറ്റി അനുസരിച്ച് സിവിയർ കണ്ടീഷൻ ആർക്കാണ് ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജ് ഉള്ളത്, അതിനനുസരിച്ച് നമ്മുടെ പേഷ്യന്റിനെ സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈഡ് ചെയ്തതിനെയാണ് നമ്മള് ട്രയേജ് എന്ന് പറയുന്നത്. ഗുരുതരമായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുള്ളവരുണ്ടാവാം, കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ കുറഞ്ഞവരുണ്ടാവാം, പിന്നെന്താണ് അധികം ബുദ്ധിമുട്ടുള്ള അത് നടന്നു പോകാൻ പറ്റുന്ന പേഷ്യൻസ് ഉണ്ടാവും. ആ ഒരു രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യും, അല്ലെങ്കിൽ അതിനെ സോർട്ട് ചെയ്ത് വെക്കുന്ന ഏരിയ ആണെന്ത്? ട്രയേജ് എന്ന് പറയുന്നത്. പേഷ്യന്റിനെ സോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏരിയ ആണെന്ത്? ട്രയേജ്. ഓക്കെ, വെയിറ്റിംഗ് ഏരിയാസ്. അടുത്ത എന്താണ്? വെയിറ്റിംഗ് ഏരിയാസ് ഫങ്ഷണൽ ഏരിയാസിൽ ഉൾപ്പെടുന്നതാണ്. റിസപ്ഷൻ, ട്രയേജ്, വെയിറ്റിംഗ് ഏരിയാസ്. ഓക്കെ, മനസ്സിലായോ? അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഉണ്ടാവും അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്താണ്? ഓഫീസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഡിപ്പാർട്ട്മെന്റ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്ന പ്രത്യേകമായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് ഫങ്ഷൻ ഏരിയയിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, എല്ലാ പേർപ്പസ് വർക്കുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്സുകളൊക്കെ എവിടെയായിരിക്കും ഉൾപ്പെടുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിലായിരിക്കുള്ളൂ ഉൾപ്പെടുന്നത്. അടുത്തത് റീസസിറ്റേഷൻ ഏരിയ. റീസസിറ്റേഷൻ ഏരിയ എന്താണ്? റീസസിറ്റേഷൻ ഏരിയ എന്ന് പറയുന്നത് റീസസിറ്റേഷൻ, പുനരുജ്ജീവനം എന്ന് കേട്ടിട്ടുണ്ടോ? പുനരുജ്ജീവനം. എന്താണ് റീസസിറ്റേഷൻ ഏരിയ എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഏരിയ നമ്മൾ ചിട്ടപ്പെടുത്തുന്നത്? പേഷ്യൻസിനെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ഏരിയ ആയിരിക്കോ? ആണോ? യെസ്, എമർജൻസി ഏരിയ ആണ് അല്ലെ. റെസിസ്റ്റേഷൻ എന്ന് പറയുന്നത് എമർജൻസി റെസിസ്റ്റേറ്റീവ് ഡിവൈസസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോ എമർജൻസി കേസസ് ആയിരിക്കും. എമർജൻസി കേസസ് വരുന്ന സമയത്താണ് നമ്മൾ ഈ ഏരിയാസിലേക്ക് പെട്ടെന്ന് പേഷ്യൻസിനെ കൊണ്ടുപോകും. ഓക്കെ, അതായത് പേഷ്യൻസിന് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ഏരിയ ആണ് റീസസിറ്റേഷൻ ഏരിയ എന്ന് പറയുന്നത്. അത് ഫങ്ഷണൽ ഏരിയയിൽ വരുന്നതാണ്. അടുത്തത് acute treatment area of non-ambulant patient. Acute treatment area. Acute treatment area എന്താണ്? Acute treatment അല്ലെങ്കിൽ നോൺ ആംബുലന്റ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നോൺ ആംബുലന്റ് പേഷ്യൻസ് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാലോ. നോൺ ആംബുലന്റ് പേഷ്യൻസ് ആംബുലൻസിലല്ലാതെ നടന്നു വരുന്ന പേഷ്യൻസ് അല്ലെ. ആംബുലൻസിലല്ലാതെ നടന്നു വരുന്ന പേഷ്യൻസ് ആണ് നോൺ ആംബുലന്റ് പേഷ്യൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ
ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആണോ ഷോർട്ട് ടൈം ട്രീറ്റ്മെന്റ് ആണോ? ജനറൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെ. ജനറൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ് എന്താ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ അതിന്റെ എക്സാമ്പിൾ പോലെ തന്നെ നോൺ ആംബുലന്റ് പേഷ്യൻ നടന്നു വരുന്ന പേഷ്യൻസിനൊക്കെ എന്താണ് നമുക്ക് വേറെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? സിവിയർ അല്ലാത്തതാണ് നമ്മൾ അക്യൂട്ട് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കണ്ട, ഷോർട്ട് ടേം കെയർ കൊടുക്കുക. അതായത് കുറച്ച് ഡിലേ ആയാലും നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി. അതിന് തന്നെ ഉദാഹരണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോൺ ആംബുലന്റ് പേഷ്യൻസ് നടന്നു വരുന്ന പേഷ്യൻസിനൊക്കെ നമ്മൾ അധികം ക്രിട്ടിക്കൽ കേസസ് അല്ല അല്ലെ. അപ്പൊ കുറച്ച് ഡിലേ ആയ ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി. ഇപ്പൊ ഇൻ കേസ് പനിയൊക്കെ കൂടിയിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ വന്ന് വയ്ക്കുന്ന ജസ്റ്റ് ഇരിക്കാനുള്ള അല്ലെങ്കിൽ കിടക്കാനുള്ള സമയമുണ്ടോ? ആ ഒരു സമയം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ മതി. ഓക്കെ. സിവിയറിറ്റി നോക്കിയിട്ടാണ് അല്ലെ. സിവിയറിറ്റി നോക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ്സുകൾ തീരുമാനിക്കുന്നത്. ഓക്കെ. അടുത്ത ഏരിയാസിൽ വരുന്നത് എന്താണ്? കൺസൾട്ടേഷൻ ഏരിയ. കൺസൾട്ടേഷൻ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റിനെ ഡോക്ടേഴ്സ് എക്സാമിൻ ചെയ്യുന്ന ഏരിയ ആണ് കൺസൾട്ടേഷൻ ഏരിയ. ഓക്കെ. Then staff on workstations. Staff workstations. അതായത് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന ഒരു വർക്ക് സ്റ്റേഷൻസും എവിടെ ഉണ്ടായിരിക്കും? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തൊട്ടടുത്തുള്ള ഫംഗ്ഷൻ ഏരിയാസിൽ തന്നെ അത് ഉൾപ്പെടുന്നതാണ് എന്താ സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ ഫംഗ്ഷൻ ഏരിയാസിൽ ഏതൊക്കെയാണ് വരുന്നത്? ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ്, റിസപ്ഷൻ, ട്രയേജ്, വെയിറ്റിംഗ് ഏരിയാസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, റിസസിറ്റേഷൻ ഏരിയ, അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ, കൺസൾട്ടേഷൻ ഏരിയ ആൻഡ് സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻസ്. ഫംഗ്ഷൻ ഏരിയാസിൽ പ്രധാനമായിട്ട് വരുന്നത് ഇത്തരം ഏരിയാസ് ആണ്. ഓക്കെ, മനസ്സിലായത്? ട്രയേജ് എന്ന് പറയുന്നത് നമ്മൾ പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്ന സ്പേസ് ആണ്. അതായത് പേഷ്യൻസിന്റെ കണ്ടീഷൻസ് നോക്കിയിട്ട് വരുന്ന പേഷ്യൻസ് ഇപ്പോ വരുന്നതിലേക്കും കോംപ്ലിക്കേഷൻസ് ഉള്ള പേഷ്യൻസ് ഉണ്ടാവാം, അധികം കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത പേഷ്യൻസ് ഉണ്ടാവാം. അത് സിവിയറിറ്റി നോക്കിയിട്ട് കണ്ടീഷൻ പേഷ്യന്റിന്റെ അവസ്ഥ നോക്കിയിട്ടാണ് നമ്മൾ ട്രയേജ് ചെയ്യുന്നത്. പേഷ്യൻസിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി ഈ 4 ഏരിയാസ്, ഇത്രയും ഏരിയാസ് ക്ലിയർ അല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? സംശയമുണ്ടോ? പിള്ളേരെ പ്ലീസ് റെസ്പോണ്ട്. ഓക്കെ, ഇനി അതർ ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. അതർ ഏരിയാസ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ അതർ ഏരിയാസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പ്രൊസീജിയർ റൂം, പ്ലാസ്റ്റർ റൂം, ഫാർമസി ഓർ ഡ്രഗ് പ്രിപ്പറേഷൻ, ഐസൊലേഷൻ റൂം, ഡീകൺടാമിനേഷൻ ഏരിയ, സ്റ്റോറേജ്, ക്ലീൻ ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി, ലിനൻ റൂം, മൊബൈൽ എക്യുപ്മെന്റ് ബേസ് ലൈക്ക് ട്രോളി, വീൽ ചെയർ എക്സെട്ര. മൊബൈൽ എക്സ്ട്രാ എക്യുപ്മെന്റ് ബേ, ക്ലീനേഴ്സ് റൂം. ഓരോന്ന് നോക്കാം. പ്രൊസീജിയേഴ്സ് റൂം അതർ ഏരിയാസ് ആണ് കേട്ടോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന അതർ ഏരിയാസ് ഏതൊക്കെയാണ്? പ്രൊസീജിയർ റൂം. പ്രൊസീജിയർ റൂം എന്താണ്? മൈനർ സർജറീസ് അല്ലെങ്കിൽ എൻഡോസ്കോപ്പീസ് അല്ലെങ്കിൽ അൾട്രാ എന്താണ് ലേസർ ട്രീറ്റ്മെന്റ്, ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് എന്റെ പ്രൊസീജിയർ റൂംസിൽ ഉൾപ്പെടുന്നത് അല്ലെ? ഓക്കെ, യെസ്. ഇംഗ്ലീഷ് എന്താ ടൈപ്പ് ചെയ്യുന്നതാണ് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അടുത്തത് പ്ലാസ്റ്റർ റൂം. പ്ലാസ്റ്റർ റൂം എന്തിനാണ്? ഏതെങ്കിലും തരത്തിലുള്ള ഫ്രാക്ചേഴ്സ് സംഭവിക്കുമ്പോൾ ഒടിവോ ചതവോ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ബാൻഡേജസ് അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഒക്കെ ഇടുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതിനായിട്ട് ഒരു പ്ലാസ്റ്റർ റൂം ഉണ്ടായിരിക്കും. ഫാർമസി ആൻഡ് ഡ്രഗ് പ്രിപ്പറേഷൻ. എന്താണ് ഫാർമസി ആൻഡ് ഡ്രഗ് പ്രിപ്പറേഷൻ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സെപ്പറേറ്റഡ് ആയിട്ട് എന്തുണ്ടായിരിക്കും? ഒരു ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തൊട്ടടുക്കുന്ന ഒരു മെഡിസിൻ സംവിധാനം അല്ലെങ്കിൽ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ
ഡ്രഗ് പ്രിപ്പറേഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഒക്കെ നമുക്കറിയാലോ, നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ഇതെല്ലാം. ഐസൊലേഷൻ റൂംസ്. ഐസൊലേഷൻ റൂംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഐസൊലേഷൻ റൂംസ് എപ്പോഴാണ് ആവശ്യമായിട്ട് വരുന്നത്? നിപ്പ കൊറോണ സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂംസുകൾ അവൈലബിലിറ്റി കൂടുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന നിപ്പയെ കൊറോണയെ ബാധിച്ച് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂംസിലേക്ക് പേഷ്യൻസിനെ മാറ്റുന്നതിനുള്ള സംവിധാനങ്ങൾ റൂമാണെന്ന് ഐസൊലേഷൻ റൂംസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഡീകണ്ടാമിനേഷൻ ഏരിയാസ്. ഡീകണ്ടാമിനേഷൻ ഏരിയാസ് അതായത് അണുവിമുക്തമാക്കുന്ന പ്രദേശങ്ങൾ, അല്ലെ, ക്ലീൻ ചെയ്യുന്ന പ്രദേശങ്ങൾ, ഡീകണ്ടാമിനേറ്റഡ് ആക്കുന്ന അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഏരിയാസുകൾ. ഓക്കെ, ദെൻ സ്റ്റോറേജ് ഏരിയാസ് ഉണ്ടായിരിക്കും. എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് റൂം ഉണ്ടായിരിക്കും. അതർ സപ്ലൈസ് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്നതിനായിട്ടുള്ള സ്റ്റോറേജ് റൂം ഉണ്ടായിരിക്കും. ദെൻ ക്ലീൻ ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി. ക്ലീൻ ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി എന്താണ്? ഡർട്ടി റൂംസ് ഉപയോഗിച്ച് പഞ്ഞികള്, മറ്റ് ബാഡ്ജസ്, അതിന്റെ വേസ്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് റൂംസ് അതർ ഏരിയാസിൽ വരുന്നതാണ്. അതാണ് ക്ലീൻ ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ലിനൻ റൂം, ഹോസ്പിറ്റൽ ലിനനുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, പേഷ്യൻസിന്റെ അല്ലെങ്കിൽ മറ്റ് ഡോക്ടേഴ്സ് ലാബ് കോട്ടുകൾ, ഹോസ്പിറ്റലിൽ വന്ന മറ്റ് എന്തൊക്കെയാണ് ലിനനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത്? പേഷ്യൻസിന്റെ ബെഡ്ഷീറ്റ്സുകൾ, പില്ലോ കവർ, ടേബിൾ ഷീറ്റ്സ്, കർട്ടൻസ്, ഇതൊക്കെ ഏതായിരിക്കും? ഏത് മെറ്റീരിയൽ ആയിരിക്കും ഉപയോഗിക്കുന്നത്? കോട്ടൺ ആണ്, അല്ലെ? കോട്ടൺ മെറ്റീരിയൽസ് ആയിരിക്കും ഹോസ്പിറ്റലിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ലിനൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടൊരു ലിനൻ റൂം ഉണ്ടായിരിക്കും. പേഷ്യന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ക്ലോത്ത്സുകളും സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലിനൻ റൂംസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഏരിയയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, മൊബൈൽ എക്യുപ്മെന്റ് ബേസ് ലൈക്ക് ട്രോളി, വീൽ ചെയർ എക്സെട്ര. മൊബൈൽ എക്യുപ്മെന്റ്സ് ബേ ലൈക്ക് ട്രോളി. എന്താണ് മൊബൈൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്? മൂവബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെ? മൂവബിൾ ആയിട്ടുള്ള നമ്മുടെ എല്ലാ എക്യുപ്മെന്റ്സുകളും ഉപയോഗിക്കുന്നതിനുള്ള ട്രോളിയും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ വീൽ ചെയർസ് ഒക്കെ സൂക്ഷിക്കുന്നതിനുള്ള പ്രത്യേക ഏരിയാസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. മൊബൈൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് മൂവബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നതിനുള്ള ട്രോളിയോ അല്ലെങ്കിൽ എന്താണ് വീൽ ചെയർസ് ഒക്കെ സൂക്ഷിക്കുന്നതിനുള്ള പ്രത്യേക ഏരിയാസ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ് ബേ. മൊബൈൽ എക്സ്റേ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പോർട്ടബിൾ ആയിട്ടുള്ള എക്സ്റേസ് അല്ലെ, അത് ഉപയോഗിക്കുന്നതിനുള്ള ബേ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലീനേഴ്സ് റൂം ഉണ്ടായിരിക്കും. എന്താണ്? എല്ലാ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പേഷ്യൻസിന്റെ എല്ലാ സാധനങ്ങളൊക്കെ ഡിസിൻഫെക്ട് ചെയ്ത് ക്ലീൻ ചെയ്യുന്നതിനുള്ള ഒരു സെപ്പറേറ്റഡ് റൂംസും എവിടെ ഉണ്ടായിരിക്കും? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ അതർ ഏരിയാസിൽ ഉൾപ്പെടുന്നതാണ്. പേജ് നമ്പർ ഒന്ന് ഷീജയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? 32. ഒന്നുകൂടി നോക്കാം. അതർ ഏരിയാസ് എന്തൊക്കെയാണ്? നിങ്ങൾ ഈ പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. പേരുകളൊന്ന് പഠിച്ചു വെക്കുക. അതർ ഏരിയാസിൽ ഏതൊക്കെയാ വരുന്നത്? പ്രൊസീജിയർ റൂം, പ്ലാസ്റ്റർ റൂം, ഫാർമസി ഓർ ഡ്രഗ് പ്രിപ്പറേഷൻ, ഐസൊലേഷൻ റൂം, decontamination areas, storage, clean and dirty utility, linen room, mobile equipment bay like trolley, wheelchair, etc., mobile X-ray equipment bay, and cleaners room. ഈ അതർ ഏരിയാസിൽ ഏതെങ്കിലും സംശയം ഉണ്ടോ? ഡീകണ്ടാമിനേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡീകണ്ടാമിനേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കാം? അണുവിമുക്തമാക്കുക അല്ലെങ്കിൽ ഡിസിൻഫെക്ട് ചെയ്യുന്ന പരിപാടിയാണ് അല്ലെ, ജേം ഫ്രീ ഏരിയാസ് ആകുന്നത്. ഇപ്പോ നമ്മളിപ്പോ ലിനൻ റൂം അല്ല, ഡീകണ്ടാമിനേറ്റഡ് റൂംസിൽ നമ്മൾ എന്താണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്? ഡിസിൻഫെക്ട് ചെയ്യാൻ, അണുവിമുക്തമാക്കുന്ന പ്രോസസ് ആണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ,
ഇപ്പൊ ഒരാൾക്ക് ബേൺ ഇഞ്ചുറി ഒക്കെ സംഭവിച്ചു എന്ന് വരാം അല്ലെ. ബേൺ ഇഞ്ചുറി അധികം ചിലപ്പോൾ കൈപ്പൊള്ളലോ എന്തെങ്കിലുമൊക്കെ വരുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും, എത്രയും പെട്ടെന്ന് തന്നെ ആ പോർഷൻസ് ഒക്കെ അയാളുടെ സ്കിന്നിലുള്ള ആ പോർഷൻസ് അല്ലെങ്കിൽ പൊള്ളിയ പോർഷൻസ് ഒക്കെ നമ്മളൊക്കെ റിമൂവ് ചെയ്തിട്ട് എന്താണ് പഞ്ഞി അല്ലെങ്കിൽ മറ്റ് ക്ലോത്ത്സ് ഉപയോഗിച്ചുകൊണ്ട് റിമൂവ് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്യും അല്ലെ, സ്റ്റെറിലൈസ് ചെയ്യും. അത് കംപ്ലീറ്റഡ് ആയിട്ട് ആ വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പൊള്ളിയ മെറ്റീരിയൽസ് ക്ലീൻ ചെയ്തതിനു ശേഷം ആളെന്താണ് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇത് ചെയ്യുന്നത്. സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമായിരിക്കും അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തത്. അതിനുശേഷം എന്താണ് അത്തരം പ്രോസസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയാസ് ആണ് എന്താ ഡീകണ്ടാമിനേഷൻ ഏരിയ അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ ഏരിയാസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ അതർ ഏരിയാസില്? ലിനൻ റൂം എന്താണോ പേഷ്യൻസിന് ഉപയോഗിക്കുന്ന ക്ലോത്ത്സുകള്, പേഷ്യൻസ് ഉപയോഗിക്കുന്ന പില്ലോ കവേഴ്സ് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്സ്, അവരുടെ ടേബിൾ കവർ, ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള പ്രത്യേക ഏരിയ ആണ് ലിനൻ റൂം എന്ന് പറയുന്നത്. പേഷ്യൻസിന്റെ ക്ലോത്ത്സുകള്, ഓക്കെ, കർട്ടൻസുകൾ എല്ലാം പലതില് വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള പ്രത്യേക ഇടം. ഓക്കെ ആണോ അത്? ക്ലീനേഴ്സ് റൂമിൽ എന്തൊക്കെയാണെന്ന് അറിയാലോ? എല്ലാം ക്ലീനേഴ്സ് റൂമിൽ എന്തൊക്കെ ഉണ്ടാവും? എല്ലാം ക്ലീൻ ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസ് ക്ലീനേഴ്സ് റൂംസിൽ ഉണ്ടായിരിക്കും അല്ലെ? ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞ എന്താണ് മേജർ സ്പേസ് ഡിറ്റർമിൻസ് ഫോർ പ്ലാനിങ്. ആംബുലൻസ് ഏരിയ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഏരിയാസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഏരിയാസിൽ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഫങ്ഷൻ ഏരിയാസും വരുന്നുണ്ട്, അതർ ഏരിയാസും വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് നോക്കിയേ, നമുക്കറിയാം ഒരു കാഷ്വാലിറ്റിയുടെ അകത്ത് കയറുന്ന സമയത്ത് അവിടെ എന്തൊക്കെ പ്രൊസീജിയറുകൾ നടക്കുന്നുണ്ട്. നമ്മൾ ആദ്യം എങ്ങനെയാണ് വരുന്നത്, എവിടെയാണ് വരുന്നത്, ആരെയാണ് കാണിക്കുന്നത്, അത് കണ്ടതിന് ശേഷമുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, അത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോരുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാഷ്വാലിറ്റിയിൽ പ്രധാനമായിട്ട് നടത്തുന്നത് അല്ലെ, എമർജൻസി സിറ്റുവേഷൻസ് വരുന്ന സമയത്ത്. അതുമായി ബന്ധപ്പെട്ട് പേഷ്യന്റിന്റെ ഫ്ലോ ആണ്. ഒരു പേഷ്യന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങളാണ് പേഷ്യന്റ് ഫ്ലോ എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരു പേഷ്യന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങൾ. ഓക്കെ, ഇതാണ് പേഷ്യന്റ് ഫ്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം. പറയുന്നത് മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? മിണ്ടാതിരിക്കരുത് കേട്ടോ, ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ, നമ്മൾ എല്ലാവരും കാഷ്വാലിറ്റി പോയതായിരിക്കില്ല. നമുക്കറിയാം, നമ്മൾ ചെന്ന് കഴിഞ്ഞ ഉടനെ എല്ലാവർക്കും നമ്മളോട് ചിലപ്പോ കണ്ടീഷൻ നോക്കിയിട്ട് നമ്മളോട് പെട്ടെന്ന് തന്നെ ചാർട്ട് എടുക്കാൻ പറയും, പെട്ടെന്ന് ഡോക്ടർ വരും, റിസപ്ഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ പറയും, ട്രീറ്റ്മെന്റ് ആരംഭിക്കും. നമ്മളൊന്ന് റീവാലുവേറ്റ് ചെയ്യും, ആളുടെ കണ്ടീഷൻ എങ്ങനെയാണ്. ഓക്കെ ആണെങ്കിൽ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്ത് വിടും അല്ലെ. അങ്ങനെയുള്ള ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പ്രധാനമായി നടക്കുന്നത് സിവിയർ കേസസ് ഒന്നും അല്ലെങ്കിൽ, ക്രിട്ടിക്കൽ കേസസ് അല്ലെങ്കിൽ മാത്രം എങ്ങനെയാണ്. ഒരു സെക്കൻഡ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ നിങ്ങള്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് എന്താണ്? ട്രയേജ്. All patients should be triaged through a single point. All patients should be triaged through a single point. Aim of triage is to sort patients for providing optimum care consistent with their medical need and ensuring efficient utilization of available resources.
എന്താണ് ഫസ്റ്റ് തന്നെ പേഷ്യന്റ് ഫ്ലോയിൽ ട്രയേജ് ആണ് വരുന്നത്. ട്രയേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ പേഷ്യന്റ്, അതായത് ഗുരുതരാവസ്ഥയിലുള്ള രോഗിക്ക് ആദ്യം ചികിത്സ നൽകുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? ട്രയേജ് എന്ന് പറയുന്നത്. ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ വന്നിരിക്കുന്ന ഒരു രോഗിക്ക് അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗിക്ക് ആദ്യം ചികിത്സ നൽകുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? ട്രയേജ്. ഓക്കെ, നോക്കൂ, ഓൾ പേഷ്യന്റ് ഷുഡ് ബി ട്രയേജ് ത്രൂ എ സിംഗിൾ പോയിന്റ്. എന്താണ്? ഓരോ പേഷ്യന്റും എന്താണ് ഒരു സിംഗിൾ ട്രയേജിൽ ഒരു സിംഗിൾ പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, അതിനുശേഷമാണ് പേഷ്യന്റ് നമ്മൾ വെരിഫൈ ചെയ്തതിനു ശേഷമാണ് പേഷ്യന്റിന്റെ കണ്ടീഷൻ നോക്കും. എന്താണ്, ക്രിട്ടിക്കൽ ആണോ, കോംപ്ലിക്കേഷൻ ഉള്ളതാണോ, അല്ലെങ്കിൽ അധികം ഡിലേഡ് കെയർ കൊടുത്താൽ മതിയുള്ള കേസസ് ആണോ എന്ന് ആദ്യം നമ്മൾ രോഗിയെ കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലെ. ഓക്കെ, മൊത്തം പൊള്ളിയൊക്കെ വന്നിരിക്കുന്ന ഒരു പേഷ്യൻസിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് പൊള്ളി വന്നിരിക്കുന്ന പേഷ്യൻസിനെ ഡിലേഡ് ട്രീറ്റ്മെന്റ് ആണോ എമർജൻസി ട്രീറ്റ്മെന്റ് ആണോ കൊടുക്കേണ്ടത്? സിവിയർ ആയിട്ട് പൊള്ളിയിരിക്കുന്ന കണ്ടീഷൻസ് ആണെങ്കിൽ എമർജൻസി കൊടുക്കണം അല്ലെ. എമർജൻസി പേഷ്യന്റ് ആയിട്ട് പേഷ്യന്റിനെ നമ്മൾ സോർട്ട് ചെയ്യും. ഇപ്പൊ 5 പേര് വന്നതിൽ ഏറ്റവും കൂടുതൽ പൊള്ളലേറ്റ ആൾക്കാണ് നമ്മൾ ആദ്യം ചികിത്സ കൊടുക്കുന്നത് അല്ലെ. അതിനുശേഷമാണ് പിന്നെയുള്ള ആൾക്കാരെ നമ്മൾ പരിഗണിക്കുന്നത്. ഇപ്പൊ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് സോർട്ടിങ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോർട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ വരുന്ന പേഷ്യൻസിന് നമ്മൾ മാക്സിമം എന്താണ് ഓപ്റ്റിമായിട്ട് അല്ലെങ്കിൽ മാക്സിമം കെയർ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ കണ്ടീഷനുള്ള പേഷ്യൻസിന് വേർതിരിച്ചുകൊണ്ട് നമ്മൾക്ക് അവർക്ക് ആവശ്യത്തിനുള്ള എന്താണ് സൗകര്യങ്ങൾ ഉറപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്ത്? ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ, പേഷ്യന്റിന്റെ സിവിയറിറ്റി നോക്കി അല്ലെങ്കിൽ കണ്ടീഷൻ നോക്കിയാണ് നമ്മൾ അവിടെ ആദ്യം പേഷ്യന്റിനെ ഡിവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ എന്താണ് ട്രയേജ് എന്ന്? യെസ്. ഓക്കെ, അപ്പൊ രോഗി അകത്ത് വന്നല്ലേ, രോഗിയെ നമ്മൾ സോർട്ട് ചെയ്തു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി എന്താണ്? റിസപ്ഷൻ. ക്ലോസ് ഓപ്പറേഷൻ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് വിത്ത് ട്രയേജ് എന്താ പറയുന്നത്? ക്ലോസ് ഓപ്പറേഷൻ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് വിത്ത് ട്രയേജ്. ട്രയേജിന്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കും എന്താ ഉണ്ടാവുക? റിസപ്ഷൻ ഏരിയ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവിടെ വെച്ച് എന്താണ് നമ്മുടെ ട്രയേജിന്റെ തൊട്ടടുത്ത് തന്നെ റിസപ്ഷൻ ഏരിയ ആയിരിക്കും. എത്രയും പെട്ടെന്ന് പേഷ്യൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മുടെ റിസപ്ഷൻ ഏരിയയിൽ അല്ലെങ്കിൽ ചാർട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ തന്നെ കാര്യങ്ങളൊക്കെ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് പേഷ്യന്റിന്. പ്രത്യേകിച്ച് ഇപ്പൊ എന്താണ് ഏജ് അല്ലെങ്കിൽ നെയിം അല്ലെങ്കിൽ വരുന്ന പ്ലേസ് ഏതാണ്, അഡ്രസ് ഏതാണ്, ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മുടെ ഫോൺ നമ്പർ ഉള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരിക്കുള്ളൂ നമ്മൾ ആദ്യം ട്രയേജ് ഏരിയയിൽ വെച്ച് റിസപ്ഷനിൽ നിന്ന് റിസപ്ഷനിലേക്ക് കൊടുക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. അതിനുശേഷം എന്താണ്? ആഫ്റ്റർ ട്രയേജ് പേഷ്യൻസിനെ നമ്മൾ സോർട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്താ ചെയ്യുന്നത്? പേഷ്യൻസ് ഡീറ്റെയിൽസ് ആർ റെക്കോർഡഡ് ബൈ ദ ക്ലറിക്കൽ സ്റ്റാഫ്. പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ആരാണ് റെക്കോർഡ് ചെയ്യുന്നത്? ക്ലറിക്കൽ സ്റ്റാഫുകളായിരിക്കും പേഷ്യന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡീറ്റെയിൽസും റെക്കോർഡഡ് ആക്കുന്നത് അല്ലെങ്കിൽ ചാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആഫ്റ്റർ ട്രയേജ് പേഷ്യൻസ് ഡീറ്റെയിൽസ് ആർ റെക്കോർഡഡ് ബൈ ദ ക്ലറിക്കൽ സ്റ്റാഫ്. ക്ലറിക്കൽ സ്റ്റാഫ് ആയിരിക്കും പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, then a new medical record is either raised or the old one retrieved. A new medical record is either raised or the old one retrieved. So പേഷ്യന്റ് ഇവിടെ ചികിത്സ എടുക്കുന്ന ആളാണെങ്കിൽ എന്താണ്? ഓൾറെഡി അത് ചാർട്ട് ഇവിടെ ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ പറയാറ്? അല്ലെങ്കിൽ പുതിയ പേഷ്യന്റ് ആണെങ്കിൽ മാത്രം നമുക്ക് എന്താണ് പുതിയ ചാർട്ട് എടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്താണ് പഴയ ചാർട്ട് ഓൾഡ് വൺ അവിടെ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ആ ചാർട്ട് പിന്നീട് വീണ്ടെടുക്കുക. ആ നമ്പർ അനുസരിച്ച് എന്താണ് പേരും അഡ്രസ് പറയുന്ന സമയത്ത് നമുക്ക് ആ ചാർട്ട് എടുക്കാനായിട്ട് എളുപ്പമായിട്ട് എടുക്കാൻ സാധിക്കും. ഓക്കെ, ഒന്നല്ലെങ്കിൽ പുതിയൊരു മെഡിക്കൽ റെക്കോർഡ് എടുക്കും, അല്ലെങ്കിൽ എന്താണ് പഴയതുണ്ടെങ്കിൽ അത് നമ്മൾ വീണ്ടെടുക്കും. ഓക്കെ, അങ്ങനെയാണ് റിസപ്ഷൻ ഏരിയയിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത്. സെക്കൻഡ് ഒന്ന് നോക്കാം. ക്ലോസ് ഓപ്പറേഷണൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് വിത്ത് ട്രയേജ്. എന്താണ്? ട്രയേജിന്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കുള്ളൂ നമ്മുടെ എന്ത് വരുന്നത്? റിസപ്ഷൻ വരുന്നത്. പേഷ്യന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വിവരങ്ങളും ട്രയേജിന് ശേഷം ക്ലറിക്കൽ സ്റ്റാഫ് ആയിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഒരു ന്യൂ മെഡിക്കൽ റെക്കോർഡ് എടുക്കാത്ത പക്ഷം ഒരു ന്യൂ മെഡിക്കൽ റെക്കോർഡോ അല്ലെങ്കിൽ പഴയ റെക്കോർഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. അല്ലാത്ത പക്ഷം എന്താണ്? ഒരു ന്യൂ മെഡിക്കൽ റെക്കോർഡിൽ തന്നെ ആയിരിക്കും പേഷ്യന്റ് ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ അവിടെ വരെ?
ഫ്ലാഷ് ബാച്ചിലൊക്കെ പോയിട്ടുള്ളവരല്ലേ, നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? ഉറങ്ങിയൊന്നുമല്ലല്ലോ ആരും, ഉറങ്ങണേണോ ഇന്ന്? അല്ല. ഓക്കെ, അടുത്തത് ട്രീറ്റ്മെന്റ് ആണ്. ഇനി ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പോകുന്ന പേഷ്യന്റിന് എങ്ങനെയാണ്? Patient may be directed to resuscitation area, acute area, consultation, fast track area, medical imaging or waiting area. Emergency treatment is initiated. ഇനി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പേഷ്യൻസിന്? ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. Patient may be directed to resuscitation area. ട്രയേജിന്റെ അടിസ്ഥാനത്തിൽ ഏത് തരം കേസ് ആണെന്നുള്ളതിലാണ് നമ്മൾ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെ. ഇപ്പൊ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുന്ന ആൾക്ക് എന്താണ്, നമ്മൾ എത്രയും പെട്ടെന്ന് ചിലപ്പോൾ ICUയിലൊക്കെ കേട്ടിട്ട് വരാം, തിയേറ്ററിലൊക്കെ കേട്ടുന്ന സിറ്റുവേഷൻസ് വരാം. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഇനി ജസ്റ്റ് കൺസൾട്ടേഷൻ മാത്രം മതിയെങ്കിൽ എന്തായിരിക്കും, ഡോക്ടർ ജസ്റ്റ് ഒരു എക്സാമിനേഷൻ മാത്രം ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോ ഇപ്പൊ MRIയോ അല്ലെങ്കിൽ മെഡിക്കൽ സ്കാനിങ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ചിലപ്പോൾ കൊടുക്കും. ഇപ്പൊ ഫ്രാക്ചർ ഒക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോ ചെറിയ ഒടുകളും കാര്യങ്ങളും എക്സ്റേ എടുക്കാൻ മാത്രമേ പറയുള്ളൂ അല്ലെ. ഇനി ഒരാൾ തല അടിച്ച് വീടെന്നൊക്കെ പറഞ്ഞാണ് വരിക, വോമിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ MRI എടുക്കാൻ പറയാം, അല്ലെങ്കിൽ CT എടുക്കാനായിട്ട് പറയും അല്ലെ. അങ്ങനെയായിരിക്കും ട്രീറ്റ്മെന്റ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിലേതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കുമല്ലോ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യും. ഓക്കെ, ഇതിലേതെങ്കിലും നയിച്ചുകൊണ്ട് പേഷ്യൻസിന് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ഓക്കെ, പേഷ്യന്റിന്റെ കണ്ടീഷൻ നോക്കിയിട്ട്. ഓക്കെ, അപ്പൊ ട്രീറ്റ്മെന്റ് കൊടുത്തു. ആ പേഷ്യന്റിന് ട്രയൽ ചെയ്തു, റിസപ്ഷൻ ഏരിയയിൽ ഡീറ്റെയിൽസ് ഒക്കെ റെക്കോർഡ് ചെയ്തു, ആവശ്യത്തിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തു. പിന്നീട് എന്താ ചെയ്യാൻ പോകുന്നത്? റീവാലുവേഷൻ. റീവാലുവേഷൻ ആൻഡ് ED physician will re-evaluate patient condition after the treatment access test results, because the result may give them additional insight into the type of treatment you need. എന്താ വരുന്നത്? ഫസ്റ്റ് ED ഫിസിഷ്യൻ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ ആണ് നമ്മുടെ പേഷ്യന്റിനെ വന്ന് എന്താണ് ഇവാലുവേറ്റ് ചെയ്യും അല്ലെ. അതായത് ചെക്ക് ചെയ്യാണ് കൊടുത്ത ട്രീറ്റ്മെന്റ് ഒക്കെ ആൾക്ക് കൃത്യമായിട്ട് അത് ചിലപ്പോൾ ഒരു മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. മരുന്ന് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ ആൾ ഓക്കെ ആയിട്ടുണ്ട്, 1 ഹവറിനുള്ളിൽ ആൾ ഓക്കെ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് എന്താണ്, ഒരു റീചെക്ക് ചെയ്യാണ് ശരിക്കും അല്ലെ. ആളെ റീചെക്ക് ചെയ്തതിന് ശേഷം വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്താ ചെയ്യാൻ പോകുന്നത്? പേഷ്യൻസിന് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ, അതായത് ഇപ്പൊ ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും റിസൾട്ട് കാണിക്കാനൊക്കെ പറയുന്ന സമയത്ത് റിസൾട്ട് നോക്കിയിട്ട് അതൊക്കെ വെരിഫൈ ചെയ്യും. ആ ഫലങ്ങളൊക്കെ വെരിഫൈ ചെയ്തതിനു ശേഷം ഏതെങ്കിലും ട്രീറ്റ്മെന്റ്, ഫർദർ ട്രീറ്റ്മെന്റിന് ആവശ്യമുണ്ടെങ്കിൽ അത് റിക്വസ്റ്റ് ചെയ്യും. ചിലപ്പോൾ മറ്റു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ പറയാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ സിറ്റുവേഷൻ, അത് ആളുടെ രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ഡോക്ടർ പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ. അപ്പൊ ഒരു ഫിസിഷ്യൻ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമാണ് ആൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ മാത്രമാണ് എന്ത് വരുന്നത്? ഡിസ്ചാർജിലേക്ക് പോകുന്നത് അല്ലെ. ബേസ്ഡ് ഓൺ ട്രീറ്റ്മെന്റ്, പേഷ്യന്റ് ടു ബി റിമൂവ്ഡ് ആഫ്റ്റർ സ്റ്റെബിലൈസേഷൻ. ഓക്കെ, അപ്പൊ പേഷ്യന്റ് സ്റ്റേബിൾ ആയതിനു ശേഷം എന്ത് ചെയ്യുന്നു? നമ്മള് ആ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നു. അതായത് പേഷ്യന്റിന്റെ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമായിരിക്കും പേഷ്യന്റിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ വാർഡിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം വേണമെങ്കിൽ ഒബ്സർവേഷൻ ആയിട്ട് 24 hours വേണമെങ്കിൽ, അല്ലെങ്കിൽ അന്ന് രാത്രിയാണ് പോയത് കംപ്ലീറ്റ് പിറ്റേ ദിവസം പോയാൽ മതി എന്നായിരിക്കും. കണ്ടീഷൻ നോക്കിയിട്ടായിരിക്കും നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, ഡിസ്ചാർജ് ചെയ്യുന്നത്. Then all patients receive written home care instruction to follow when discharged. Referral can be made based on facilities of hospital and patient condition is needed. എന്താ വരുന്നത്? റിട്ടേൺ ഹോം കെയർ ഇൻസ്ട്രക്ഷൻ 2. എന്താണ് ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്? ചില പേഷ്യൻസിന് എക്സസൈസ് അല്ലെങ്കിൽ ഫർദർ ആയിട്ട്
ഡിസ്ചാർജ് ചെയ്തതിനു ശേഷമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കൽ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളായിരിക്കും ഉൾപ്പെടുത്തേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് ഡോക്ടർ പറഞ്ഞു കൊടുക്കും, വീട്ടിൽ ചെന്നിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഓക്കെ. ഇനി അല്ലാത്ത സമയത്ത് ചില പേഷ്യൻസിന് നമ്മൾ എന്താണ് വീട്ടിലേക്ക് വിട്ടയക്കും, പക്ഷെ ചില പേഷ്യൻസിന് വിട്ടയക്കാറില്ല അല്ലെ. പിറ്റേ ദിവസം എന്തെങ്കിലും ചിലപ്പോൾ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് മാത്രമായിരിക്കും വിട്ടയക്കുന്നത്. ഓക്കെ. അല്ലാത്ത പക്ഷം എന്താണ് ഹോം ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു വിടുന്നു, വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ മരുന്നുകളൊക്കെ എഴുതി കൊടുക്കുന്നു. ഇനി അല്ലാത്ത സിറ്റുവേഷൻ എന്താണ്, റെഫറൽ ക്യാൻ ബി മെയ്ഡ് ബേസ്ഡ് ഓൺ ഫെസിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് പേഷ്യന്റ് കണ്ടീഷൻ ഇഫ് നീഡഡ്. എന്താ പറയുന്നത്, വേറെ ഹോസ്പിറ്റലിലേക്ക് ചിലപ്പോ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ വരാം. അപ്പൊ ആ ഹോസ്പിറ്റൽ ചിലപ്പോൾ സൗകര്യങ്ങൾ കുറവോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ഇല്ലാതിരിക്കാം. അപ്പൊ എന്താണ് ചില സമയങ്ങളിൽ ഡിസ്ചാർജ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, മറ്റു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും പേഷ്യന്റിനെ നമ്മുടെ റെഫർ ചെയ്യും അല്ലെ, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നു. ഓക്കെ. യെസ്. അങ്ങനെ ആ ഒരു ഡിസ്ചാർജ് പ്രോസസ്സോടുകൂടി എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ പേഷ്യന്റ് ഫ്ലോ അവസാനിക്കുകയാണ്. ഓക്കെ. എങ്ങനെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യന്റ് ഫ്ലോ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് വൺ ട്രയേജ് ആണ്. പേഷ്യൻസിനെ സോർട്ട് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ആദ്യം നടക്കുന്നത്. ഗുരുതരാവസ്ഥയിൽ വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കണ്ടീഷൻ ഏതാണെന്നനുസരിച്ച് നമ്മൾ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പേഷ്യൻസിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ. അല്ലെങ്കിൽ സോർട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ട്രയേജ്. ട്രയേജിന് ശേഷം റിസപ്ഷനില് തൊട്ടടുത്ത് തന്നെ റിസപ്ഷൻ ഏരിയ ഉണ്ടായിരിക്കും. റിസപ്ഷനിലെ ക്ലറിക്കൽ സ്റ്റാഫുകൾ പേഷ്യൻസിന്റെ എല്ലാ റെക്കോർഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുകയും പിന്നെ എന്താണ് ഒരു പുതിയ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ പുതിയത് എടുക്കണമെങ്കിൽ അത് അല്ലെങ്കിൽ പഴയ റെക്കോർഡ് ഉണ്ടെങ്കിൽ എന്താണ് അതിലായിരിക്കും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നു. പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ. ഇപ്പൊ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ആണോ അല്ലെങ്കിൽ എമർജൻസി ട്രീറ്റ്മെന്റ് ആണോ, ഫാസ്റ്റ് ട്രാക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണോ, അല്ലെങ്കിൽ ഈ മെഡിക്കൽ ഇമാജിംഗ് MRI CT എക്സ്റേ ഒക്കെ എടുക്കുന്നുണ്ടോ, ഇതൊക്കെ ചെയ്യണോ എന്നുള്ളത് ആ ഒരു സമയം പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ചികിത്സ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. പിന്നെ അതിനുശേഷം ചികിത്സ കൊടുത്തതിന് ശേഷം നമ്മൾ റീവാലുവേഷൻ ചെയ്യും അല്ലെ, റീചെക്ക് ചെയ്യും. ആരാണ് റീചെക്ക് ചെയ്യുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ ആണ് അല്ലെ. എമർജൻസി ED ഫിസിഷ്യൻ ആണ് പേഷ്യന്റിനെ റീവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം ഡിസ്ചാർജ് ചെയ്യുന്നു. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, പേഷ്യന്റ് സ്റ്റേബിൾ ആയതിൽ മാത്രമായിരിക്കും അയാൾ മാത്രമാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്തത്. അപ്പൊ രണ്ടു തരത്തിൽ പറയാം. ചില പേഷ്യൻസിന് നമ്മൾ എന്താണ് വീട്ടിലേക്ക് വിടാറില്ല അല്ലെ, വീട്ടിലേക്ക് വിടാറില്ല, പിറ്റേ ദിവസം ആയിരിക്കും വിടുന്നത്. ചില പേഷ്യൻസിന് ഹോം ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു വിടും, വീട്ടിൽ ചെന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പറയും. അല്ലാത്ത പക്ഷം ചിലവരെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, മറ്റ് റെഫർ ചെയ്യുകയാണെങ്കിൽ മറ്റു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു രീതിയിൽ ആ പേഷ്യൻസിനെ നമ്മൾ കൈകാര്യം ചെയ്യും. ഈ ഒരു രീതിയിലാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യന്റ് ഫ്ലോ നടക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ പിള്ളേരെ? ക്ലിയർ ആണോ? യെസ്. മനസ്സിലായല്ലോ? പേഷ്യന്റ് ഫ്ലോ സംശയമൊന്നുമില്ലല്ലോ? ഇത് ഈ ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. അതായത് ഇതിന്റെ ഉള്ളിൽ കാര്യങ്ങൾ പഠിച്ചില്ലെങ്കിൽ നമ്മുടെ ഹെഡ് പോയിന്റ്സ് ട്രയേജ് കഴിഞ്ഞ റിസപ്ഷൻ, പേഷ്യന്റ് ഫ്ലോ എന്ന് ചിലപ്പോൾ എക്സാമിന് പേഷ്യന്റ് ഫ്ലോ, ട്രയേജ്, റിസപ്ഷൻ ഇങ്ങനെ ചിലപ്പോൾ ഹൈഫിലിട്ട് ആയിരിക്കും തരുന്നത്. ഈ ഓർഡർ തെറ്റിച്ചേരും. ഫസ്റ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്, റിസപ്ഷൻ അങ്ങനെ മാറ്റി മാറ്റി ഓപ്ഷൻസ് ഒക്കെ തന്നിരിക്കാം. ഓക്കെ. കറക്റ്റ് ഓർഡർ പഠിച്ചു വെക്കുക. ഏതാണ് കറക്റ്റ് ഓർഡർ? പേഷ്യന്റ് ഫ്ലോ,
ഇങ്ങനെയാണ് ട്രയലേജ്, റിസപ്ഷൻ, ട്രീറ്റ്മെന്റ്, റീവാലുവേഷൻ ആൻഡ് ഡിസ്ചാർജ്. ആ ഓർഡറിലാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പേഷ്യന്റ് ഫ്ലോ പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്? നമുക്ക് ഇതൊന്നും കൂടി നോക്കാം. ഈ ഒരു ഭാഗം കൂടി നോക്കിയിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ്. ആരൊക്കെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന വർക്ക് ഫോഴ്സസ് ആരൊക്കെയാണ്? ഒന്ന് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, CMO അല്ലെ? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, CMO ആണ് ആര്? ED ഡിപ്പാർട്ട്മെന്റിൽ സൂപ്പർവൈസ് ചെയ്യുന്നതാണ് ആര്? അല്ലെങ്കിൽ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിനെ സൂപ്പർവൈസ് ചെയ്ത് മേൽനോട്ടം വഹിക്കുന്നതാണ് ആര്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, CMO. ഏറ്റവും ടോപ്പ് പൊസിഷൻ കൈകാര്യം ചെയ്യുന്നതാണ് ആര്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ഓക്കെ, പിന്നെ കൺസൾട്ടന്റ് ഷുഡ് ബി അവൈലബിൾ. ആരാണ് കൺസൾട്ടൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അവൈലബിൾ ആയിരിക്കും അല്ലെ? കൺസൾട്ടൻസ് എന്നോട് പറയുന്നത് നമ്മുടെ ഡോക്ടേഴ്സ് ആണ്. ഡോക്ടേഴ്സ് അവൈലബിൾ ആയിരിക്കും. പിന്നെ ആരാണ്? RN വിത്ത് ട്രെയിൻഡ് EMT ആൻഡ് ട്രയേജ് സെക്ഷൻ. RN എന്ന് പറഞ്ഞ ആരാണ്? രജിസ്ട്രേർഡ് നേഴ്സ് ആണ്. RN എന്ന് പറയുന്നത് നോട്ട് ചെയ്യാം, രജിസ്ട്രേർഡ് നേഴ്സ് ആണ്. അതായത് PG ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരാണ് നമ്മൾ RN അല്ലെങ്കിൽ രജിസ്ട്രേർഡ് നേഴ്സ് എന്ന് പറയുന്നത്. RN എക്സ്പാൻഷൻ രജിസ്ട്രേർഡ് നേഴ്സ്. അവരുടെ കൂടെ തന്നെ ആരുണ്ടായിരിക്കും? EMT അറ്റ് ട്രയേജ് സെക്ഷൻ. EMT ആരാണ്? എമർജൻസി ടെക്നീഷ്യൻ, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ആണ് EMT. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ആണ് EMT. അപ്പൊ രജിസ്റ്റേർഡ് നേഴ്സ് ഉണ്ടായിരിക്കും, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, ദെൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. പിന്നെ ആരാണ്? സ്കിൽഡ് നഴ്സിംഗ് ടീം അല്ലെ? ഒരു സ്കിൽഡ് ആയിട്ടുള്ള നഴ്സിംഗ് ടീം, നഴ്സുമാരുണ്ടായിരിക്കും. ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും, ഡയഗ്നോസിസ് ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും. ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? എക്സ്റേ എടുക്കുന്നവര്, ECG എടുക്കാനായിട്ട്, കാർഡിയോഗ്രാഫേഴ്സ്, ECG എടുക്കുന്നതിന്, പിന്നെ ആരാണ്? MRI, CT ഒക്കെ എടുക്കുന്നതിനുള്ള ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും. പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് ആൻഡ് എക്സിക്യൂട്ടീവ്. പിന്നെ ആരാണ് ഉണ്ടായിരിക്കുക? പേഷ്യന്റ് കെയർ അസിസ്റ്റൻസും ആൻഡ് എക്സിക്യൂട്ടീവ്സും പ്രധാനമായിട്ട് വരുന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് ഫോഴ്സിൽ ഉൾപ്പെടുന്നവരാണ്. ആരൊക്കെയാണ്? ഒന്ന് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, CMO. പിന്നെ കൺസൾട്ടന്റ് ഷുഡ് ബി അവൈലബിൾ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. രജിസ്റ്റേർഡ് നഴ്സും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസും ഉണ്ടായിരിക്കും. ഓക്കെ, എവിടെ? പ്രൈവറ്റ് സെക്ഷൻസിൽ അല്ലെ? പിന്നെ സ്കിൽഡ് ആയിട്ടുള്ള നഴ്സിംഗ് ടീം ഉണ്ടാകും, ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് ഉണ്ടാകും, പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് ആൻഡ് എക്സിക്യൂട്ടീവ്. ഓക്കെ, മനസ്സിലായോ? ഇനി അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിൽ ആരൊക്കെ ഉൾപ്പെടുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിൽ വരുന്നത് മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക് ഉണ്ടായിരിക്കും. മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക് ഉണ്ടാവും. പിന്നെ ആരാണ്? രജിസ്ട്രേഷൻ ക്ലർക്ക് അറ്റ് അഡ്മിഷൻ ക്ലർക്ക്. രജിസ്ട്രേഷൻ ക്ലർക്ക് അറ്റ് അഡ്മിഷൻ ക്ലർക്ക്. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയസിൽ ഇവർ രണ്ടുപേരും ആയിരിക്കും ഉണ്ടായിരിക്കുക, മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക് ആൻഡ് രജിസ്ട്രേഷൻ ക്ലർക്ക് ആൻഡ് അഡ്മിഷൻ ക്ലർക്ക്. ഇനി വരുന്നത് റെക്കോർഡ്സിലാണ്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇത്ര മതിയില്ലേ? ഓക്കെ. ഭയങ്കര ഓക്കെ ആണല്ലോ. ബോറടിച്ചിട്ടാണോ ഇത്ര നോക്കിയിട്ട്? ഷഹബിന, കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? പോവല്ലേ? ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാറില്ല. എക്സ്പാൻഷൻ ഓഫ് CMO എന്ന് പറഞ്ഞേ. എക്സ്പാൻഷൻ ഓഫ് CMO മൈക്ക് ഓൺ ആണ്, പറഞ്ഞോ. കേൾക്കുന്നില്ലടോ. കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. RN കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. രജിസ്റ്റേർഡ് നഴ്സ്. EMT എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ.
എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരിക്കും? ആരൊക്കെയാണുള്ളത്? ലക്ഷ്മി മോഹൻ പറഞ്ഞോളൂ. സൗമ്യ പറയുന്നുണ്ടോ? കേൾക്കുന്നില്ല ട്ടാ. സൗമ്യ പറയണമെന്നോ? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, കൺസൾട്ടന്റ് ഡോക്ടേഴ്സ്, Consultant doctors, registered nurse, emergency medical technician, emergency medical technician, nursing team, skilled nursing team, nursing team. പിന്നെ diagnostic technicians. diagnostic technician, patient care ഉറച്ചു assistant. പറയണേ, പേടിച്ച് പറയുന്ന പോലെ. ഇനി ഒന്ന് പറഞ്ഞേ, പേഷ്യന്റ് ഫ്ലോ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യന്റ് ഫ്ലോയുടെ ഓർഡർ വരുന്നത് എങ്ങനെയാണ്? Reception, treatment, evaluation, discharge. Discharge. Okay. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ റീസസിറ്റേഷൻ ഏരിയ ഏത് ഏരിയാസിലാണ് ഉൾപ്പെടുന്നത്? അതർ ഏരിയാസിലാണോ ഫങ്ഷണൽ ഏരിയാസിലാണോ? ഫങ്ഷണൽ ഏരിയ. ഓക്കെ. ഡീകണ്ടാമിനേഷൻ ഏരിയാസ് ഏതിലാണ് ഉൾപ്പെടുന്നത്? ഡീകണ്ടാമിനേഷൻ ഏരിയാസ് Other area. other areas. Okay. Ambulance and ambulatory entrance. ഫങ്ഷണൽ ഏരിയ. Okay. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യൻസ് റീവാലുവേറ്റ് ചെയ്യുന്നത് ആരാണ്? ED physician. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ED physician. physician. Okay. ED physician. Okay. Yes. Okay, Dr. Ramani. Thank you. Thank you, ma'am. Thank you. Have a nice day. Thank you.